അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുകയാണ്. അപ്പം അങ്ങനെ പൂച്ച പെറ്റുകിടക്കുന്നതിൽ ഒരു പൂച്ചയെ, ഒരു കുഞ്ഞിപ്പൂച്ചയെ, പൂച്ച പ്രസവിച്ചാൽ നിരവധി കുഞ്ഞുങ്ങളുണ്ടാവും. അതിലൊന്നിനെ അദ്ദേഹം എടുത്തിട്ടാണ് ഈ മെയ് 25-ന് 1070 കോടി രൂപയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത പൂച്ചകൾ അവിടെയുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ട്രഷറി പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് പൂച്ച കുഞ്ഞുങ്ങൾ അത് പണമായി ട്രഷറിയിൽ നിന്ന് തനിക്ക് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് എന്ന്. അപ്പോൾ ഇതുപോലെയുള്ളത് ജനങ്ങൾ തിരിച്ചറിയും. ഒരൊറ്റ ചോദ്യം, ഇപ്പോൾ ടൗൺഷിപ്പിൽ വീടുകളൊക്കെ താമസത്തിന് യോഗ്യമായി കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ ഇതിൽ ആരംഭിച്ചിട്ടില്ല. അവരുടെ സർക്കാരാണ് ഇങ്ങനെ നടത്തുന്നൊരു പ്രതീക്ഷകളുണ്ട്. കോൺഗ്രസിനെ പറ്റി അറിയുന്ന എല്ലാവരും പറയും അവർ വാഗ്ദാനം മാത്രമായിരിക്കും, നടപ്പാക്കുന്നവരല്ല. ഗരീബി ഹട്ടാവോ പഴയ കോൺഗ്രസിൻ്റെ വാഗ്ദാനമായിരുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. കോൺഗ്രസ് ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഇന്ത്യയിലുണ്ടായത്. ബേക്കാരി ഹട്ടാവോ കോൺഗ്രസിൻ്റെ വാഗ്ദാനമായിരുന്നു, തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം. തൊഴിലില്ലായ്മ ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ നിരക്കായി ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വാഗ്ദാനം വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പറയുന്ന വാഗ്ദാനം നടപ്പാക്കാനുള്ളതല്ല, അത് ജലരേഖയാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വരുന്ന വിമർശനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്നുള്ള തരത്തിലൊരു തരംഗമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കാമോ? അങ്ങനത്തെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ, CPIM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ. നിങ്ങളെപ്പോ അത് അറിഞ്ഞിട്ടില്ല, എനിക്കെതിരെ രൂക്ഷമായ വിമർശനം വന്നു. അത് സമ്മേളനമാണ് തീരുമാനിക്കേണ്ടത്. എന്നെ പാർട്ടിയിൽ തന്നെ തുടരണമോ അല്ല പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണമോ എന്നത്. വിമർശനം കമ്മ്യൂണിസ്റ്റുകാരുടെ കരുത്ത് വർദ്ധിപ്പിക്കും. തിരുത്താനുള്ള ഒരിതാണ്. വിമർശനം കോൺഗ്രസ്സുകാരെ ദുഷിപ്പിക്കും. ആ വിമർശനം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. ആ വിമർശനം എന്ന് പറയുന്നത് താൻ പാതി എന്ന രീതിയിലാണ്. അപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് വിമർശനത്തിന് അതീതരായി ആരും ഇല്ല, വിമർശനം മാത്രമാണ്. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. അപ്പം എനിക്കെന്തെങ്കിലും ഇക്കാലയളവിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ സ്വയം പരിശോധിക്കണം. ആ പറ്റിയ തെറ്റുകൾ തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്ക് കഴിയണം. രണ്ടു കൂട്ടർക്കേ തെറ്റുപറ്റാതിരിക്കും. ഒന്ന് ഗർഭസ്ഥ ശിശു, ഗർഭിണിയുടെ വയറ്റിലുള്ള ശിശു. രണ്ട് ജഡം, അതൊഴിച്ച് എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. പറ്റുന്ന തെറ്റ് തിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്വം. വിമർശനമേറ്റവർ എങ്ങനെയായിരിക്കും നേരിടുന്നതെന്ന്? വിമർശനത്തെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനതിൽ നിന്ന് ഉൾക്കൊള്ളണം. ഞാനതിൽ നിന്ന് എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ പറയുന്നതെന്ന്. ഒരു ബിഹേവിയറൽ ചേഞ്ച് വേണ്ടതല്ല ശരിക്കും. എന്റെ ഭാഗത്തുള്ള ചിരിക്കുന്ന മുഖങ്ങൾ പോലും പാർട്ടിയിൽ നിന്ന് മാറുന്ന ഒരു സ്ഥിതി. അതെ, എന്റെ ഭാഗത്തുള്ള ആരെയെങ്കിലും കണ്ടാൽ ചിരിക്കാത്തതുണ്ടെങ്കിൽ താങ്കളോട് ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, അത് തിരുത്തലിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിന്ന് ഒരു സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.